ആഫ്റ്റർ 30 ഡെലിവറി ഉള്ള ആഗ്രഹിക്കുന്നവരോട് ഡോക്ടേഴ്സ് നൽകുന്ന ഒരു അഡ്വൈസ് എന്താണെന്നും കൂടെ പറഞ്ഞ് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യായിരുന്നു. അപ്പം നിങ്ങൾ ആഫ്റ്റർ 30 ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഏത് പ്രായത്തിലാണ് നിങ്ങൾ ആഫ്റ്റർ 30, ലെസ് ദാൻ 35 ആണോ 35 to 40 ആണോ? ലെസ് ദാൻ 35 ആണെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ഒന്ന് ഈ നമ്മൾ സംസാരിച്ചതുപോലെ ഹോർമോൺ ടെസ്റ്റ്, ഒരു ബേസിക് ഇവാലുവേഷൻ എന്തായാലും നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളും കൂടെ എടുത്തിരിക്കണം. പിന്നെ 35 മുമ്പെങ്കിലും പ്രഗ്നൻസി പ്ലാൻ ചെയ്യണം. അത് കഴിഞ്ഞാണ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എംബ്രിയോ ഫ്രീസിനെ പറ്റി ഡെഫിനറ്റ്ലി ചിന്തിക്കണം. എനിക്ക് പറയാനുള്ളത്, ഒന്ന് ഇപ്പം നമ്മളൊരു ഫെർട്ടിലിറ്റി ആസ്പെക്റ്റിലും കൂടി പറയുന്നുണ്ട്, ഒത്തിരി പ്രഗ്നൻസി ഡിലേ എന്നുള്ളൊരു പ്ലാൻ കരുതരുത് മേജർ ഇഷ്യൂസ് ഇല്ലെങ്കിൽ. പിന്നെ പരമാവധി പ്രീ കൺസെപ്ഷനലി ഇവാലുവേറ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് രണ്ടുപേരുമായി പാർട്ട്ണർ സ്ക്രീനിങ്, ഇത് ഫീമെയിൽ ഉള്ളി മാത്രം അറ്റൻഡ് ചെയ്യുകയും ഹസ്ബൻഡ് അബ്രോഡ് ആയിരുന്നിട്ട് ഓവുലേഷൻ ടൈം അറൗണ്ട് ലാൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു നേച്ചർ മാറി വരണം. രണ്ടുപേരും പറ്റുന്ന രീതിയിൽ സ്ക്രീനിങ് നടത്തണം. എന്നിട്ട് ഇവർ തമ്മിലൊരു ഐഡിയ ആക്കി വെച്ചിരിക്കണം എപ്പോഴത്തേക്ക് പ്രഗ്നൻസി പ്ലാൻ ചെയ്യണം എന്നുള്ളത്. വേറെ മേജർ ഇഷ്യൂസ് ഇല്ലെങ്കിൽ ദേ ക്യാൻ പ്ലാൻ. സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. റിസ്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള ഒരു കറക്റ്റ് സപ്പോർട്ട് എപ്പോഴും എടുത്തിട്ടുണ്ടായിരിക്കണം.